ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കി. നെക്സ്റ്റ് ചോദ്യം വന്നേക്കണത് ഇവരൊരു ബ്രാക്കറ്റിലാണ്, ഇത്രയും വലിയ ഒരു ബ്രാക്കറ്റിലും ഇതിൻ്റെ ഇടയിലൊരു മൈനസ് ഉണ്ട് കേട്ടോ. അതായത് ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7 എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 1/3 പ്ലസ് I 7/3 പ്ലസ് 4 പ്ലസ് I 1/3 മൈനസ് 4/3 പ്ലസ് I. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ആക്കണം. അപ്പോൾ ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊരു സംഭവം വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത് ആദ്യം തുറന്നു നോക്കാം. അപ്പോൾ ഇയാളെ മാത്രം ഒന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്, അയാളൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അയാളെ മാത്രമായിട്ട് എടുത്ത് എഴുതണേ, ഇത്രയുള്ള ആളിൽ മാത്രമാണ് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതണേ. അപ്പോൾ 1/3 പ്ലസ് I 7/3 പ്ലസ് 4 പ്ലസ് I 1/3. പ്ലസ് ചെയ്യാൻ നമുക്കറിയാം. പ്ലസ് ചെയ്യണത് എങ്ങനെയാണ്? I ഇല്ലാത്ത പാർട്ടുകൾ തമ്മിൽ പ്ലസ് ചെയ്യും, I ഉള്ളവരെ തമ്മിൽ പ്ലസ് ചെയ്യും. അപ്പോൾ 1/3 പ്ലസ് 4 നമ്മൾ നേരത്തെ 1/3 പ്ലസ് 4 മൈനസ് ചെയ്യാൻ പഠിച്ചായിരുന്നു, അതുപോലെ തന്നെയാണ് പ്ലസ് ചെയ്യണതെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × 1 1, 3 × 4 4 × 3 എത്ര? 12. ഇടയിലുള്ള ചിഹ്നം പ്ലസ് എടുത്തെഴുതി. ഡിവൈഡഡ് ബൈ 3 × 1 3. കഴിഞ്ഞ അതിനകത്ത് പറഞ്ഞ സെയിം മെത്തേഡ്. അപ്പോൾ അത് ഈക്വൽ ടു എന്ത് വന്ന്? 13/3 വന്ന്. I ഇല്ലാത്തവരെ തമ്മിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ 13/3. ഓക്കെ. ഇനി I ഉള്ളവരെ തമ്മിൽ ചെയ്യുമ്പോഴുള്ള എന്താ തന്നെ നോക്കാം. I ഉള്ളവരെ തമ്മിൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 7/3 ഉണ്ട്, 1/3 ഉണ്ട്. അപ്പോൾ 7/3 പ്ലസ് 1/3 7/3 പ്ലസ് 1/3. ഇനി നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാമല്ലോ. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പ്ലസ് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ 7 + 1 8/3 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയോ, സെയിം ആൻസർ തന്നെ കിട്ടും. വേണമെങ്കിൽ കാണിച്ചു തരാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമുള്ള കേസാണ്. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതിയിട്ട് മുകളിൽ ഡയറക്റ്റ് പ്ലസ് ചെയ്ത് എഴുതുന്നതേ. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് സെയിം ആൻസർ ആണോ നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കാം. 7 × 3 21 പ്ലസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 3 9. 21 പ്ലസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 9. 24 എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 എങ്ങനെ എഴുതാം? ഈക്വൽ ടു 12 × 2 എന്നാക്കാം, ഡിവൈഡഡ് ബൈ 9. 12നെ നമുക്ക് എങ്ങനെ ആക്കാം? 3 × 4 × 2 ആക്കാം. 12 3 × 4 × 2 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 9 എന്ന് പറയുമ്പോൾ 3 × 3 3 ക്യാൻസൽ. മുകളിലും താഴെ ഒരേപോലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എങ്ങനെയുള്ള കണ്ടീഷനിൽ? ഇൻറ്റു ആയിട്ടുള്ള കണ്ടീഷനിൽ. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഈക്വൽ ടു 4 × 2 8 ഡിവൈഡഡ് ബൈ 3. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. അതായത് ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്ത് എഴുതാം. അത് നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനോട് ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഓക്കെ. ഡിനോമിനേറ്റർ സെയിം ആവണ കേസിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 8/3 ആണ് ഐയുടെ കിട്ടിയത്. I 8/3. അപ്പം നമ്മൾ ഏത് ഭാഗം മാത്രമാണ് ചെയ്തത്? ഈ ഒരു ഭാഗം മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടെ മൈനസ് ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഇതാണ്. ഇനി അത് മൈനസ് 4/3 പ്ലസ് ഐയും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 13/3 പ്ലസ് I 8/3. ഓക്കെ. മൈനസ് ഇൻറ്റു, അതായത് മൈനസും ബ്രാക്കറ്റും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ മൈനസ് വെച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യണം എന്നല്ലേ. അപ്പോൾ മൈനസ് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാവരുടെയും ചിഹ്നം മാറും. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്താവും? അയാൾ പോസിറ്റീവ് ആവും, 4/3 ആവും. ഇതിൻ്റെ ചിഹ്നം മാറും. പോസിറ്റീവ് ആയതുകൊണ്ട് എന്താവും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് I എന്നായി. ഓക്കെ.
ഇനി എന്ത് ചെയ്യണം, ഐ ഉള്ളവരെ തമ്മിൽ എന്താ ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യണം. എന്ത് പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, അത് ചെയ്യുക. ഐ ഇല്ലാത്തവരെ തമ്മിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ 13/3 + 4/3 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇവിടെ എഴുതാണേ 13/3 + 4/3 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ് കൂട്ടി എഴുതാമെന്ന് പറഞ്ഞേ. അപ്പോൾ 13 + 4 17/3 ആണ്, /3 ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഐ ഇല്ലാത്ത പാർട്ട് 17/3 ആയിട്ട് കിട്ടി. ഇനി ഇവിടെ ഐ ഉള്ള പാർട്ടിന് ഒരിടത്ത് 8/3 8/3 മറ്റേ സ്ഥലത്ത് ഒരാളെയും കാണാനില്ല എനിക്ക് അർത്ഥം ഇതിൻ്റെ കൂടെ, ഈ ഐയുടെ കൂടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 8/3 - 1 8/3 - 1 എന്ത് കിട്ടുമോ നോക്കാം, 8/3 - 1. ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരില്ലല്ലോ അല്ലേ. ഓക്കെ, 8/3 - 1 8/3 - 1 1നെ നമുക്ക് എന്ത് എഴുതാം, 1/1 ആക്കി എഴുതാം. ഇനി എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 8 × 1 8 - 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 1 3 തന്നെ. ഓക്കെ, ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്ത്, പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത്, പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത്. അപ്പോൾ 8 - 3/3 എന്ന് പറയുമ്പോൾ 5/3 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഐ ഉള്ള പാർട്ടിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ +5/3 ഐ. കണ്ടോ, ഇതാണ് ആൻസർ.